നല്ല നീല കളറിലാ അത് സോൾട്ട് വാട്ടറാ ഇത് കൊണ്ടായിരിക്കണം അത് ഇത് എന്തേ കാണിച്ചില്ലാണ്ടല്ലേ. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ ഒരു വീക്കെൻഡ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങളുടെ എന്താ പറയുക, ഞങ്ങൾ വീക്കെൻഡിലൊക്കെ ഗ്രില്ല് ചെയ്യാറുണ്ട്. ഗ്രില്ല് ചെയ്ത് നമ്മൾ ടെറസിൻ്റെ മുകളിൽ ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ഫിഷ് ഗ്രില്ല് ചെയ്തത്. അപ്പോൾ സാധാരണ ഞങ്ങൾ എല്ലാ വീക്കെൻഡിലും ഒരു എന്താ പറയുക, നല്ല മഴയൊക്കെ ഉണ്ടാവുന്ന സമയത്ത്, വെയിലൊക്കെ ആകുമ്പം പിന്നെ താഴെ തന്നെ കേട്ടോ ഇരിക്കുക, മഴയൊക്കെ ആകുമ്പോൾ മുകളിലിരിക്കാൻ നല്ല സുഖമാണ്. അപ്പോൾ അവിടെ ഇരുന്ന് ഗ്രില്ലൊക്കെ ചെയ്ത് അവിടെ ഇരുന്ന് ഫുഡ് അടിച്ച്, അപ്പോൾ ഒരു രസമല്ലേ മക്കളൊക്കെ ആയിട്ട്. വെളിയിലോട്ടൊന്നും പോകാനും പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഇരുന്ന് കുക്ക് ചെയ്യാറുണ്ട്. അതിനായിട്ട് നമുക്ക് ഇന്ന് കിട്ടിയത് സിലോപ്പിയ എന്ന് പറഞ്ഞ മീന, എന്താ പറയുക, തിലോപ്പിയ അങ്ങനെ എന്തൊക്കെയോ പേര് പറയും. നമ്മളുടെ അവിടെ സിലോപ്പിയ എന്നാണ് പറയുക. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ എന്താ പറയണമെന്നൊന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. അപ്പോൾ അത് ജീവനുണ്ട്, കുറേ ഉണ്ടായിരുന്നു, 2 കിലോളം ഉണ്ട്. അപ്പം അതിൽ നിന്ന് 4 എണ്ണം എടുത്തിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഉപ്പ് മുകളിൽ ഉപ്പ് വാരിയിട്ടിട്ടുണ്ട്, കാരണം പെട്ടെന്ന് ചത്തു പോകാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ കൊല്ലാൻ പറ്റില്ലല്ലോ, ചത്തു പോകാണ്ട് കട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ചാവാൻ വേണ്ടിയിട്ട് അവിടെ ഉപ്പിട്ട് വെച്ചു. അപ്പോൾ അങ്ങനെ എല്ലാം ക്ലീൻ ചെയ്ത് നല്ല വൃത്തിയാക്കി. അപ്പോൾ വെട്ടിക്കഴിഞ്ഞു നമ്മൾ ഉപ്പിട്ട് നന്നായിട്ട് തേച്ച് കഴുകണം കേട്ടോ. കാരണം ഇത് ഫ്രഷ് വാട്ടർ ഫിഷ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ പുറത്തൊക്കെ ഒരുമാതിരി എന്താ പറയുക, ഇങ്ങനെ തെന്നൽ പോലെ പിടിച്ചിരിക്കൂലേ, ഒരു വല്ലാത്ത ഒരു സാധനമുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് ഉപ്പിട്ട് തേച്ച് കഴുകണം. അതിൻ്റെ പുറമൊക്കെ നന്നായിട്ട് തേച്ച് കഴുകിയെടുക്കണം, അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക വഴുവഴുപ്പ് ഉണ്ടാവും അതിന്. മാത്രമല്ല അത് ചെളിയിലൊക്കെ കിടക്കണമല്ലേ. അപ്പോൾ നന്നായിട്ട് തേച്ച് കഴുകി ഉരച്ചങ്ങോട്ട് വൃത്തിയാക്കി എടുക്കണം. സത്യം പറഞ്ഞാൽ ഇത്രയൊന്നും വൃത്തിയാക്കണ്ട ഗ്രില്ല് ചെയ്യുന്നതിന്, എന്നാലും നമ്മുടെ ഒരു സംതൃപ്തിക്ക് വേണ്ടി വൃത്തിയാക്കി എടുക്കുന്നതാണ്. അപ്പോൾ സാധാരണ ഞങ്ങൾ ചിക്കനൊക്കെയാണ് കേട്ടോ ഉണ്ടാക്കാറുള്ളത്. ചിക്കനൊക്കെ കഴിഞ്ഞ 2 ആഴ്ച ചിക്കനായിരുന്നു, കാരണം മീനൊന്നും കിട്ടണില്ല ലോക്ക്ഡൗൺ ആയിട്ട്. അപ്പോൾ ഇന്നിപ്പോൾ ഒരാൾ വീട്ടിൽ വളർത്തിയ മീനാണ്, അപ്പോൾ അങ്ങനെ കിട്ടിയതാണ്. പുഴമീനായത് കൊണ്ട് തന്നെ, പുഴമീനല്ല, അപ്പോൾ വീട്ടിൽ വളർത്തിയ മീനാണ്. എന്തായാലും ഇന്നിപ്പോൾ ആദ്യമായിട്ടാണ് ഫ്രഷ് വാട്ടർ ഫിഷ് ഗ്രില്ല് ചെയ്യാൻ പോണത്. അപ്പോൾ എന്തായാലും അതാവട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ അതിനുള്ള മസാല ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. മുളക് പൊടി, കുരുമുളക് പൊടി, ജിഞ്ചർ ഗാർലിക്ക്. അത് നമ്മുടെ പേസ്റ്റ് അല്ല കേട്ടോ, സാധാരണ ജിഞ്ചർ ഗാർലിക്ക് ചതച്ചിട്ടതാണ്. അതിനകത്തേക്ക് ഉപ്പിട്ടിട്ടുണ്ട്. ആവശ്യത്തിന് നാരങ്ങാനീര്, ആവശ്യത്തിന് നന്നായിട്ട് നാരങ്ങാനീര് ചേർക്കണം, അല്ലെങ്കിൽ വിനെഗർ ചേർക്കണം കേട്ടോ. ഒന്നാമത്തെ കാര്യം, ഇത് ഈ മീനായതുകൊണ്ട് കുറച്ചും കൂടി എന്താ പറയുക എരിവും ഇതൊക്കെ കിട്ടണം, എന്നാലേ അതിനൊരു പ്രത്യേക സ്മെല്ലുണ്ട്. ചെളിയിൽ കിടന്ന് വരുന്ന മീനൊരു സ്മെല്ലുണ്ട്. അതുകൊണ്ട് കുറച്ച് കുരുമുളക് പൊടി ആഡ് ചെയ്ത് കേട്ടോ. സാധാരണ ഗ്രില്ല് ചെയ്യുമ്പോൾ കുരുമുളക് പൊടി ആഡ് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഈ മീനായതുകൊണ്ട് ചേർത്തന്നേ ഉള്ളൂ. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കണം. അപ്പോൾ ആവശ്യത്തിന് വിനെഗറും ചേർത്ത് കൊടുക്കണം. ആ പുളിപ്പ് ഉപ്പും എല്ലാം കറക്റ്റായിട്ട് വേണം. ഓയിലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് പേസ്റ്റ് ആക്കിയെടുത്ത പേസ്റ്റ് ആണിത്. കണ്ടില്ലേ, നല്ല അടിപൊളി കളറൊക്കെ കണ്ട. അപ്പോൾ ഇതിന് നമ്മളുടെ മീനിലേക്ക് അങ്ങോട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. അതങ്ങനെ മീനകത്ത് എല്ലാം നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. 4 എണ്ണത്തിലും താഴെ 2 എണ്ണം ഇരിപ്പുണ്ട് കേട്ടോ, കാണാൻ പറ്റില്ലെന്നുള്ളൂ. കണ്ടില്ലേ, താഴെ ഇരിപ്പുണ്ട് 2 എണ്ണം. അങ്ങനെ നന്നായിട്ട് മസാല പുരട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഗ്രില്ല് ചെയ്യുമ്പോൾ നന്നായിട്ട് മസാല പുരട്ടി കൊടുക്കണം, എങ്കിലേ അത് അകത്തൊക്കെ നന്നായിട്ട് പിടിക്കുള്ളൂ. അപ്പോൾ ഇന്നിപ്പം വെച്ചേക്കാണ്. ഞങ്ങൾ നാളെയാണ് ഗ്രില്ല് ചെയ്യാൻ പോണത്. അപ്പോൾ അത് നന്നായിട്ട് പിടിക്കട്ടെ. നല്ല പോക സ്മോക്ക് എടുത്ത് വെച്ചു കഴിഞ്ഞിട്ട് മതിയായിരുന്നല്ലേ. രണ്ടെണ്ണം വെച്ചാൽ നല്ല ഒതുക്കി വെക്കും. നീളത്തില അങ്ങനെ വെക്കും. അടിപൊളി. ആണ് ഞങ്ങളുടെ ഫിഷ് ഗ്രില്ല് ആരംഭിച്ചിരിക്കുന്നു. നമ്മുടെ ഫിഷ് ഇവിടെ ഗ്രില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഫിഷ് മാത്രമല്ല, കുറച്ച് സോസേജ് ഇരിപ്പുണ്ട്. അപ്പോൾ സോസേജും കൂടി ഗ്രില്ല് ചെയ്തെടുക്കണേന്ന്. ഇത് ഞങ്ങളുടെ ടെറസാണ് കേട്ടോ. ടെറസിൽ ഗ്രില്ല് ചെയ്യണത് നേരത്തെ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഭയങ്കര മോശമായി കിടക്കുക ഇവിടെയൊക്കെ.
ഉള്ളിരുട്ട. ഇവിടെ ഒരു ലൈറ്റ് മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് അതിൻ്റെ അടുത്ത് നിന്നാൽ മാത്രമേ വെളിച്ചം കാണും. വായിക്കടിയുണ്ട് ടെറസ്. അപ്പോൾ ഒത്തിരി നാളായില്ല എന്നെ വ്ളോഗിൽ കണ്ടിട്ട്. എനിക്ക് സുഖമില്ലായിരുന്നു കേട്ടോ, പനിയായിരുന്നു. പനി കൊറോണ ഒന്നല്ല, ചെറിയൊരു അലർജി വന്നു. അതിനുശേഷം എനിക്ക് ഒരുപാട് നേരം കണ്ടിന്യൂ സംസാരിക്കുമ്പോൾ ഭയങ്കര വേദന, സ്ട്രെയിനൊക്കെ തോന്നുക. അതുകൊണ്ടാണ് ഞാൻ എന്നെ കാണിച്ചുകൊണ്ടുള്ള വീഡിയോസ് ഒന്നും ഇടാത്തത്. മറ്റേത് വോയിസ് ഓവർ ആകുമ്പോൾ പതുക്കെ കുറേശ്ശെ സംസാരിച്ചാൽ മതിയല്ലോ. ഇതാകുമ്പം മറ്റേത് ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ ഒരുപാട് നേരം സംസാരിച്ച് എനിക്ക് നല്ല വേദനയായിരുന്നു തൊണ്ടയ്ക്കൊക്കെ. അതുകൊണ്ട് കുറേ നാൾ വേണ്ടാന്ന് വെച്ചു. കുഞ്ഞു ഷോർട്ട് വീഡിയോസ് ഇട്ടിരുന്നല്ലോ, അപ്പോൾ കുറേ പേര് കണ്ടിട്ടുണ്ട്. ഇതാ നമ്മുടെ ഫിഷ് നമ്മൾ തിരിച്ചു വെച്ചിട്ടുണ്ട്. പെട്ടെന്നാവും, ഫിഷ് ആയതുകൊണ്ട് പെട്ടെന്നാവും. ചെറിയ ഫിഷ് അല്ലേ, ഒരുപാട് കട്ടിയുള്ളതല്ലല്ലോ മാംസത്തിന്. ഈ ഫ്രഷ് വാട്ടർ നമ്മൾ ആദ്യമായിട്ടാണ് കേട്ടോ ട്രൈ ചെയ്തത്. അപ്പോൾ എത്രത്തോളം സക്സസ് ആവുമെന്ന് അറിഞ്ഞുകൂടാ, പക്ഷെ നന്നായിട്ട് മസാലയൊക്കെ പുരട്ടിയിട്ടുണ്ട്. സത്യത്തിൽ ഇപ്പോൾ ലോക്ക്ഡൗൺ ആയതിനു ശേഷം പിന്നെ ഞങ്ങൾ എല്ലാ ആഴ്ചയിലും ഇതുപോലെ ഗ്രില്ല് ചെയ്യും. ടെറസിൽ വന്നിരുന്ന് ഗ്രില്ല് ചെയ്യൽ ഞങ്ങളുടെ ഒരു മെയിൻ പരിപാടിയാണ്. പിന്നെ കുറച്ച് പിള്ളേരുടെ കലാപരിപാടികൾ, അങ്ങനെയൊക്കെ ഒരു എന്താ പറയുക, വേറെ നമുക്ക് പുറത്തോട്ടൊന്നും പോകാൻ പറ്റത്തില്ല. അപ്പോൾ ഇതൊക്കെ തന്നെ അല്ലേ ഉള്ളൂ. അപ്പോൾ ഇതൊരു രസം മുകളിൽ വന്നിരിക്കാനും. ഇന്നിപ്പോൾ മഴയില്ല കേട്ടോ, സാധാരണ നല്ല മഴയല്ലേ ഇപ്പം. ഇന്നിപ്പോൾ മഴയില്ല, പക്ഷെ നല്ല തണുത്ത കാറ്റുണ്ട്. അപ്പോൾ നല്ല രസമാണ് മുകളിൽ വന്നിരിക്കാൻ. അപ്പോൾ നമ്മുടെ ഫിഷ് ഗ്രില്ല് ഇവിടെ റെഡിയായി കഴിഞ്ഞു കേട്ടോ. അതി അങ്ങോട്ട് in the dinosaur period, there was a T-Rex, who thought was the biggest meat-eating dinosaur that ever lived. But ഇതാ നമ്മുടെ ഫിഷ് എല്ലാം ഗ്രില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് സെറ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മുടെ സോസേജ് ഗ്രില്ല് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതാ നമ്മുടെ സോസേജ് ഇവിടെ ഗ്രില്ല് ചെയ്ത് റെഡി ആക്കിയിട്ടുണ്ട്. ഞങ്ങൾ ആദ്യമായിട്ടാണ് കേട്ടോ സോസേജ് കഴിക്കുന്നത്. ചൂട് ഈ ചിക്കൻ കബാബൊക്കെ കഴിക്കുന്ന പോലെ ഉണ്ടോ? പ്രത്യേകിച്ച് ഞങ്ങൾ ആദ്യമായിട്ട് കഴിക്കുന്നത്. പ്രത്യേകിച്ച് വലിയ ഇതൊന്നുമില്ല. എന്തോ ചിക്കൻ്റെ ആയതുകൊണ്ടായിരിക്കും കുറച്ച് ടേസ്റ്റ് ഉണ്ട്, ഉപ്പുണ്ട്. വേറെ ഒരു ടേസ്റ്റും അറിയുന്നില്ല. പെട്ടെന്ന് കുക്ക് ചെയ്യുന്ന 5 മിനിറ്റ്സിൽ കുക്ക് ചെയ്യുന്ന സാധനമാണ്. നമ്മുടെ ഗ്രിൽഡ് ഫിഷൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കണ്ടായിരിക്കണം ഇരിപ്പുണ്ടോ. ഇപ്പം ഇവിടെ വെട്ടം കുറവായതുകൊണ്ട് ഒരുമാതിരി കളർ ഷെയ്ഡ്, നല്ല അടിപൊളി കളറാണ് കേട്ടോ. അപ്പം നമുക്കിതും കൂടെ കഴിച്ചിട്ട് താഴേക്ക് പോകാമെന്ന് വിചാരിച്ചു. സമയം 10:30 ആവാറായി. അപ്പം മക്കൾ താഴോട്ട് പോയി. അപ്പോൾ അവരെ വിളിക്കാൻ അവരും കൂടെ വരട്ടാമെന്ന് വിചാരിച്ചു. സൂപ്പർ. മസാലയൊക്കെ അങ്ങോട്ട് പിടിച്ച് നല്ല കിടിലൻ ടേസ്റ്റ് ആയിട്ടുണ്ട്. എന്താ പറയുക, സിലോപ്പി ആണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. എന്താ കൊള്ളാം, സൂപ്പറാണോ? നല്ല ടേസ്റ്റ് ഉണ്ടോ? എന്ത് പറയേ. എന്താ അങ്ങനെ അടിപൊളിയായിട്ട് ഇല്ലേ? നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. മറ്റേ സാധാരണ മറ്റേ ദശക്കട്ടിയുള്ള മീനാണ് കൂടുതലും ഗ്രില്ല് ചെയ്യുന്നത്. പക്ഷെ ഇത് അടിപൊളി ടേസ്റ്റാണ്, അടിപൊളി, നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്.
ഇത് കഴിച്ചു തീർക്കട്ടെ. അപ്പം ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ. താങ്ക് യു.